അപ്പം ഞങ്ങളുടെ സൗഹൃദവും സാഹോദര്യമൊന്നും അത് ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല. രാഷ്ട്രീയമായിട്ട് നഷ്ടങ്ങളോ തീരുമാനങ്ങളോ അനുകൂല എതിരൊക്കെ ആവുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ അനുസരിച്ച് പരിശോധിക്കപ്പെടുന്ന ഒന്നല്ല. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സൗഹൃദവും ചേർത്ത് പിടിക്കലും കോട്ടങ്ങളിലും വീഴ്ചകളിലും കൈയൊഴിഞ്ഞ് പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അങ്ങ് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അതല്ല. സൗഹൃദവും ഈ പറയുന്ന സാഹോദര്യവും ഒക്കെ അത് എന്നുമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള സൗഹൃദത്തെ കുറിച്ച്, അയാളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് ഷാഫി പറമ്പിൽ തുറന്നു പറയുകയാണ്. യെസ്, അത് തന്നെയാണ് കാര്യം. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ച് മൂക്കിന്റെ പാലം അടിച്ച് തകർത്തിട്ട് ഷാഫി പറമ്പിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കോഴിക്കോട്ടെ ആശുപത്രിയിലെ ചികിത്സയിലിരിക്കുമ്പോൾ രാഹുൽ അവിടെ പോയിട്ട് കണ്ട ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴമുള്ള ബന്ധമാണ്. ആ ബന്ധം ഈ പറയുന്ന രാഷ്ട്രീയ നേട്ടങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബന്ധമല്ല. അത് കോട്ടങ്ങൾ ഉള്ളപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെടുന്ന അവസരത്തിലും ചേർത്ത് നിർത്തുന്ന ബന്ധങ്ങൾ തന്നെയാണ് എന്ന് ഷാഫി പറമ്പിൽ സാക്ഷ്യം പറയുമ്പോൾ പല കാര്യങ്ങൾക്കുമുള്ള മറുപടി അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അത് ഷാഫി പറമ്പിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഷാഫിയാണ്, ഷാഫിയുടെ നോമിനിയാണ്, ഷാഫിയുടെ ആളാണ്, ഷാഫി കൊണ്ടുവന്നതാണ് എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. യെസ്, ഷാഫിയുടെ ആള് തന്നെയാണ്. ഷാഫിയുടെ ആളാകുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രാഹുൽ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെല്ലാവരും. അതിനുള്ള ഒരു അവസരം കിട്ടിയത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് രാഹുലിതല്ലാതെ മറ്റൊരാളെ അവിടെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആവശ്യം പ്രസ്ഥാനത്തിനുണ്ടായില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രസ്ഥാനം ചെയ്തതും, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങള്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങള്, ഇതൊക്കെ തങ്ങളുടെ ഈ പറയുന്ന സൗഹൃദം അല്ലെങ്കിൽ സാഹോദര്യം അതിലൊന്നും യാതൊരുവിധ കോട്ടം അല്ലെങ്കിൽ വിള്ളൽ വീഴ്ത്തിയിട്ടില്ല എന്ന് സാക്ഷ്യം പറയുക ഷാഫി പറമ്പിൽ. കാരണം നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സാഹോദര്യം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, ബന്ധങ്ങൾ ഉണ്ടാവുക. വീഴ്ചകളിൽ കൈയൊഴിഞ്ഞ് പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ സാഹോദര്യ അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന ഒരു കാര്യമാണത്. ഇന്നിപ്പോ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് കാണുകയാണ്. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചേർത്ത് പിടിക്കുക. ഒരാൾ അയാൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, അയാൾ ഒറ്റപ്പെടുമ്പോൾ അയാളെ തട്ടിത്തെറിപ്പിച്ച് ബന്ധങ്ങൾക്കും ഈ പറയുന്ന റിലേഷൻഷിപ്പുകൾക്കും ഒന്നും ഒരു വാല്യൂവും നൽകാതെ പുറംകാല കൊണ്ട് തൊഴിച്ചു മാറ്റിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന പല ഘട്ടങ്ങൾ, പല സാഹചര്യങ്ങൾ, പല അവസ്ഥകൾ, പല ബന്ധങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് അത്തരത്തിൽ ഒന്നല്ല എന്ന് ഷാഫി പറയുമ്പോൾ രാഹുൽ തന്നെ 2026 പാലക്കാട്ട് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാവുകയാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. നമ്മൾ ഒരാൾ വീഴാൻ കാത്തിരിക്കുക അല്ലെങ്കിൽ അച്ഛൻ മരിക്കാൻ കാത്തിരിക്കുക കട്ടിലൊഴിയാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ ആവരുത് എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കാണുന്നതും കുറെ കാലങ്ങളായിട്ട്. ഇതിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയതിന്റെ പേരിൽ ഷാഫി ഒരുപാടധികം ഈ പറയുന്ന ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനിപ്പോ ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വടകരയിലെ മേപ്പയൂരിൽ വെച്ചിട്ട് ഷാഫിക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ടകൾ ഷാഫിയുടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടിയിട്ട് ഷാഫിയെ തടയാനൊക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പോ അത്തരത്തിലുള്ള പല ആക്രമണങ്ങൾ, അത് പോരാഞ്ഞിട്ട് സൈബർ ആക്രമണങ്ങളും ഒരുപാട് ഷാഫിക്കെതിരെ ഈ പറയുന്ന MV ഗോവിന്ദൻ അടങ്ങുന്ന ടീം
ഈ CPM-ന്റെ കേരളത്തിലെ എല്ലാ നേതാക്കളും രാഹുൽ വിഷയത്തിൽ ആദ്യം വിരൽ ചൂണ്ടിയത്, അല്ലെങ്കിൽ രാഹുലിനെ എതിരെയുള്ള അമ്പുകൾ രാഹുലിനെതിരെ തൊടുത്തു വിടുന്നതിന് മുമ്പ് ആ അമ്പുകളൊക്കെ ചീറിപ്പാഞ്ഞു പോയത് ഷാഫി പറമ്പിലിന് നേരെയായിരുന്നു. ഷാഫിയാണ് എന്നൊക്കെ പറഞ്ഞ് പി സരിൻ അടങ്ങുന്ന, പി സരിൻ എന്ന് പറഞ്ഞാൽ സരിൻ മാത്രമാണോ? അല്ല, ഈ പറയുന്ന അന്തംഗമ്മി അടിമകൾ എല്ലെണ്ണും, സരീനാവട്ടെ, വസീഫാവട്ടെ, സനോജാവട്ടെ, റഹീമാവട്ടെ, ഗോവിന്ദനാവട്ടെ, ശിവൻകുട്ടിയാവട്ടെ, അങ്ങനെ തുടങ്ങി ഇവരുടെ അടിമകൾ, രാജാവിന്റെ അടിമകൾ മൊത്തം ഷാഫിക്ക് നേരെ എതിരായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ പലതും കണ്ടല്ലേ, പല സോഷ്യൽ മീഡിയ കുറിപ്പുകള്, പല പ്രസ്താവനകള്. രാഹുലിനെ വെച്ചുകൊണ്ട് ഇവർ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിച്ചത് ഷാഫിയായിരുന്നു. അത് തന്നെയാണ് ഈ വിവാദങ്ങൾക്കുള്ള എല്ലാ തുടക്കവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. കാരണം ഇവർക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടം, മറ്റൊന്ന് ഷാഫി പറമ്പിൽ. ഇവരെ രണ്ടുപേരെയും വീഴ്ത്തണമെന്ന് ഇവർ അധികം ആഗ്രഹിച്ചതാണ്, വളരെയധികം ആഗ്രഹിച്ചതാണ്. അതാണ് നടക്കാതെ പോയത്. അതിന്റെ ഒരു ചൊറിച്ചിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ഈ കരയലുകൾ, ഇവരുടെ ആക്രോശങ്ങൾ, അത് ഇന്നും നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ലക്ഷ്യം ഷാഫിയായിരുന്നു, അതിലേക്കുള്ള വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഷാഫിയും രാഹുലും തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെയാണ് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചത്. മനസ്സിലായില്ലേ? പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ നാറിയ കളികളാ കളിച്ചത്. പക്ഷേ അവിടെ ആ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. ആ ഷാഫിയുടെ ആ നേതൃത്വത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ആ കടിഞ്ഞാണ്, ആ തെരഞ്ഞെടുപ്പിന്റെ കടിഞ്ഞാണ് ഷാഫി പറമ്പിലിന്റെ കൈകളിലായിരുന്നു. ആ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഷാഫി മുന്നിൽ നിന്ന് നയിച്ചതിന്റെ ഫലമാണ് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. അപ്പോ അന്ന് മുതൽ എന്ന് ചോദിച്ചാൽ അല്ല, അതിന് മുന്നേ തന്നെ ഇവർക്ക് വലിയ, ഇവരുടെ രണ്ട് കണ്ണിലെയും കരടുകളായിരുന്നു, ഒന്ന് ഷാഫി പറമ്പിലും ഒന്ന് രാഹുൽ മാങ്കൂട്ടവും. അതിൽ ഇവരെ അധികവും ലക്ഷ്യം വെച്ചത് ഷാഫിയെയാണ്. കാരണം രാഹുലിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിൽ ഒതുങ്ങുമെങ്കിൽ, ഷാഫിയുടെ സ്വാധീനം എന്ന് പറയുന്നത് അങ്ങ് മലബാറിൽ ഷാഫി വലിയ വലിയ വടവൃക്ഷമായിട്ട് വളർന്ന് പന്തലിച്ച് മാറുന്നതാണ് ഒരവസ്ഥയാണ് ഇവർ കാണുന്നത്. വടകരയില്, കുറ്റ്യാടിയില്, നാദാപുരത്ത്, പേരാമ്പ്രയില്, കൊയിലാണ്ടിയില്, തലശ്ശേരിയില്, കൂത്തുപറമ്പില്, അങ്ങനെ ഈ പറയുന്ന മേഖലകളിൽ വലിയ ചലനം ഷാഫി പറമ്പിൽ ഉണ്ടാക്കുമ്പോൾ ലക്ഷ്യം ഷാഫി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങള്, വിവാദങ്ങള്, ഇതൊക്കെ ഷാഫി പറമ്പിലിന് നേരെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ, വലിയ ശ്രമങ്ങൾ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ തകർന്ന് തരിപ്പണമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഷാഫി പറയുന്ന കാര്യങ്ങള് ഈ പറയുന്ന വീഴ്ചകളിൽ അല്ല, മാത്രമേ അല്ല, വീഴ്ചകൾ ഉണ്ടാകുമ്പോ പുറംകാല് കൊണ്ട് തട്ടിക്കളയുക, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കുക, അങ്ങനെയുള്ള ഒരു സൗഹൃദമല്ല, ഒരു സാഹോദര്യമല്ല ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുമ്പോ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അസറ്റാണ്. കാരണം ഷാഫിയെ പോലെയുള്ള ഒരു വ്യക്തി കൂടെ നിൽക്കുക, കൂടെ ഉണ്ടാവുക, ഏത് വലിയ ആഘാതമുള്ള വീഴ്ചകളിലും കൂടെ ഉണ്ടാവാൻ, ഇത്തരത്തിലൊരു ചേർത്ത് പിടിക്കാൻ ഇത്തരത്തിലുള്ള ഒരാളുണ്ടാകുമ്പോൾ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾക്ക് മുമ്പിലുണ്ടായ ചില ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള മറുപടികൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ ചില ആശങ്കകൾ ഇങ്ങനെ മുന്നിൽ നിന്ന് മാറി ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് രാഹുൽ തന്നെ മത്സരിക്കുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക മുന്നിലുണ്ട്. കാരണം രാഹുൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അച്ചടക്ക നടപടി, രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന നടപടി, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ എന്നുള്ള ആശങ്കകൾ, ചോദ്യങ്ങൾ നമ്മൾ പലതവണ ഉയർത്തിയിരുന്നു. ആ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് ഷാഫി തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിന് ആശങ്കപ്പെടണം?
രാഹുൽ എന്താണെങ്കിലും പാലക്കാടിന്റെ മണ്ണില് വലിയ സജീവ പ്രവർത്തനങ്ങൾ, വലിയ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനതയുടെ മനസ്സ് തൊടുന്ന രീതിയിൽ, അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കാഴ്ചവെക്കുമ്പോൾ ഉറപ്പാണ്, ആ പാലക്കാടിന്റെ ഉറപ്പും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. രാഹുലിന്റെ മുഖത്ത് നോക്കി പാലക്കാട്ടെ ജനം പറയുന്നു, നിങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ കൈവിടില്ല, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പാലക്കാട്ടെ ജനം പറയുമ്പോൾ ഇതിലും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണുള്ളത്? ഇതിലും വലിയ ഒരു അംഗീകാരം ഒരു ജനപ്രതിനിധിക്ക് കിട്ടാൻ വേറെന്താണുള്ളത്? അപ്പോ ഷാഫി കൂടെ നിന്ന് കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പ് പാലക്കാട്ട് നിന്നും രാഹുൽ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.